ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാര്യമായി റേഷൻ വിതരണത്തെക്കുറിച്ചാണ് പറയുന്നത്. കുറച്ച് കൂടുതൽ പറയാനുണ്ട്, അതുകൊണ്ടാണ് റേഷൻ വിതരണമാണ് കൂടുതലായിട്ടും പറയാനുള്ളത്. മറ്റ് ചില കാര്യങ്ങളും കൂടി നോക്കാം. ആദ്യം റേഷൻ വിതരണത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയം മാറിയിട്ടുണ്ട്. രാവിലെ സാധാരണത്തെ പോലെ തന്നെയാണ്. 9 മണി മുതൽ 1 മണി വരെയാണ് പ്രവർത്തിക്കുക. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് പ്രവർത്തനം തുടങ്ങും. വൈകുന്നേരം 5 മണി വരെ ആയിരിക്കും പ്രവർത്തനം ഉണ്ടാകുക. 5 മണിയോടുകൂടി റേഷൻ വിതരണം അവസാനിക്കുന്നതായിരിക്കും. ഓരോ ദിവസവും ഇനി 5 മണി വരെ മാത്രമാണ് റേഷൻ കട പ്രവർത്തിക്കുക. റേഷൻ കടകളുടെ പ്രവർത്തന സമയം മാറ്റണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികൾ രംഗത്ത് വന്നിരുന്നു. വയനാട് ബത്തേരിയിൽ ഒരു റേഷൻ കട വ്യാപാരി കോവിഡ് ബാധിച്ച് മരിച്ചതിനെ തുടർന്നാണ് ഈ ഒരു ആവശ്യവുമായി റേഷൻ വ്യാപാരികൾ രംഗത്ത് വന്നത്. കോവിഡ് 1ാം വ്യാപന സമയത്ത് ലോക്ക്ഡൗണിൽ ഉണ്ടായിരുന്നതുപോലെ രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ വിശ്രമമില്ലാതെ ഒറ്റത്തവണയായിട്ട് റേഷൻ വിതരണം വേണമെന്നായിരുന്നു റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ സമയമാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ആ രീതിയിലല്ല. രാവിലെ സാധാരണത്തെ പോലെ 9 മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിച്ച് ഉച്ചയ്ക്ക് വിശ്രമം 1 മണിക്കൂർ കഴിഞ്ഞ് 2 മണി മുതൽ 5 മണി വരെയാണ് പുതിയ സമയം നിശ്ചയിച്ചിട്ടുള്ളത്. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ കാര്യങ്ങളൊക്കെ അടിയന്തരമായി പരിഹരിക്കണമെന്ന് സംയുക്ത കോർഡിനേഷൻ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ, കൺവീനർ അഡ്വക്കേറ്റ് കൃഷ്ണപ്രസാദ്, കാടാമ്പുഴ മൂസ, ടി മുഹമ്മദ് അലി, ഇ അബൂബക്കർ ആജി, അഡ്വക്കേറ്റ് സുരേന്ദ്രൻ, സി മോഹനൻ പിള്ള, അജിത് പാലക്കാട് തുടങ്ങിയ നേതാക്കൾ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആവശ്യം അംഗീകരിക്കുകയാണെങ്കിൽ റേഷൻ കടയുടെ സമയം മാറുന്നതാണ്. ഇത്തരമൊരു ആവശ്യം അംഗീകരിച്ചതായി വിവരങ്ങളില്ല. അപ്പോൾ ഇതാണ് ഒരു വിവരമായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. റേഷൻ കടയുടെ സമയം മാറാനുള്ള സാഹചര്യം ഉണ്ട്, സാധ്യത ഉണ്ട്. സംസ്ഥാനത്ത് 15 ദിവസം ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റേഷൻ കടയുടെ സമയവും മാറാനുള്ള സാധ്യത ഉറപ്പാണ്. അത്തരമുള്ള വല്ല തീരുമാനവും വന്നാൽ അപ്പോൾ തന്നെ നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. ഇനി നാളത്തെ റേഷൻ വിതരണത്തെക്കുറിച്ച് നോക്കാം. ഏപ്രിൽ മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളുടെ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങളുടെ ഭക്ഷ്യവിഹിതങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇനിയും ഏപ്രിൽ മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളും മാർച്ച് മാസത്തെ സ്പെഷ്യൽ അരിയും അതുപോലെ തന്നെ മാർച്ച് മാസത്തെ ഭക്ഷ്യക്കിറ്റും കൈപ്പറ്റാൻ ബാക്കിയുള്ളവർ ഉടൻ തന്നെ പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി വരുന്ന ഒരു 5-6 ദിവസം മാത്രമാണ് ഇതിന് വേണ്ടി അവശേഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ മാർച്ച് മാസത്തെ കിറ്റ് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളും നിങ്ങൾക്ക് ലഭിക്കാതെ വരും. ഏപ്രിൽ മാസത്തിൽ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ അരി അത് മാർച്ച് മാസത്തേതാണ്. അതും ഈ ഒരു ഏപ്രിൽ മാസത്തിൻ്റെ അവസാനത്തോടു കൂടി തീരുന്നതാണ്. അടുത്ത മെയ് മാസത്തിൽ ഏപ്രിൽ മാസത്തെ ഭക്ഷ്യക്കിറ്റ് അതായത് വിഷു കിറ്റിൻ്റെ വിതരണം തുടരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തെ സ്പെഷ്യൽ അരിയുടെ വിതരണവും മെയ് മാസത്തിൽ ഉണ്ടാകും. മെയ് മാസത്തിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള ഒരു വ്യക്തിക്ക് 5 കിലോ അരി അതും ലഭിക്കുന്നതായിരിക്കും. അത് BPL കാർഡിനാണ് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചത്. APL കാർഡിന് ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഇനി വരേണ്ടതുണ്ട്. അപ്പം അതും ലഭിക്കാൻ പോകുന്നു. നിലവിൽ ഏപ്രിൽ മാസത്തെ ഭക്ഷ്യവിഹിതങ്ങൾ മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും 1 കിലോ പഞ്ചസാരയും, നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് വ്യക്തിക്ക് 2 കിലോ അരിയും, സ്പെഷ്യൽ അരി മാർച്ച് മാസത്തേത് 10 കിലോയും, കാർഡിൽ 1 മുതൽ 4 വരെ ആട്ടയും, പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഒരു വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും കിലോയ്ക്ക് 2 രൂപ നിരക്കിൽ. അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിൽ 4 കിലോ അരിയും അതുപോലെ തന്നെ സ്പെഷ്യൽ അരിയായി 10 കിലോ അരിയും, കാർഡിൽ 1 മുതൽ 4 വരെ ആട്ടയും. പുതുതായി അനുവദിച്ചിട്ടുള്ള ബ്രൗൺ റേഷൻ കാർഡുള്ള ആളുകൾക്ക് സ്പെഷ്യൽ അരി 2 കിലോ 15 രൂപ നിരക്കിലും, നിലവിലുള്ള അവർക്കുള്ള അരി 10 രൂപ 90 പൈസ നിരക്കിൽ 2 കിലോയും, ഒരു ആട്ട 17 രൂപ നിരക്കിലുമാണ് ലഭിക്കുക. ഇങ്ങനെയാണ് റേഷൻ വിഹിതങ്ങൾ ഏപ്രിൽ മാസത്തേതുള്ളത്. പിന്നെ നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കിറ്റാണ് മാർച്ച് മാസത്തെ കിറ്റ്. അത് കൈപ്പറ്റാത്തവർ ഉടൻ തന്നെ പോയിട്ട് വാങ്ങണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ബ്രൗൺ റേഷൻ കാർഡിന് കിറ്റ് ഇല്ല. ഈ മാസം മണ്ണെണ്ണ ആർക്കും ഇല്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വിഹിതങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഉടൻ തന്നെ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി കോവിഡിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ നാളെ സർവകക്ഷി യോഗമാണ്, അടിയന്തര സർവകക്ഷി യോഗമാണ്. അതിൽ
എന്തായാലും എല്ലാ ആളുകളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ തീരുമാനം ഉണ്ടാകും. മിക്കവാറും ലോക്ക്ഡൗൺ ആവാനാണ് സാധ്യത. കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രോഗികൾ സ്ഥിരീകരിക്കുന്ന ജില്ലയായി എറണാകുളം ജില്ല കഴിഞ്ഞ ദിവസം മാറിയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫർമേറ്റീവ് വീഡിയോകളും ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.